എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് മെയ് 18 ഞായറാഴ്ചയാണ്. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥനയിലേക്ക് വരാം. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവെ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 19 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥതയെ ആശ്രയിച്ചുകൊണ്ട് ഇന്നത്തെ ജീവിതം കരുപിടിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാവരെയും ഞാൻ കർത്താവിന് തിരുസന്നിധി സമർപ്പിക്കുന്നു. കർത്താവ് അന്ധകാഴ്ച നൽകിയവനെ, കർത്താവ് ചീടക്കേട് നൽകിയവനെ, കർത്താവ് ഊമന സംഭാഷണത്തിൽ നൽകിയവനെ, കർത്താവ് മഹോരോഗപ്പെടുത്തിയവനെ, കർത്താവ് തലവാരോഗപ്പെടുത്തിയവനെ, കർത്താവ് മരിച്ചവനെ ഉയർപ്പിച്ചവനെ, കർത്താവ് കാനാല കല്യാണത്തിലെ വെള്ളത്തെ വീഞ്ഞാക്കിക്കൊണ്ട് കടലിനെ ശാന്തമാക്കി 50,000 പേർ കൊണ്ട് തീറ്റിപ്പൂറ്റിയവനെ, കർത്താവ് ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും ഓരോരോ സാഹചര്യം അനുസരിച്ചുകൊണ്ട് സാഹചര്യത്തിന് ഒത്തവിധം ജീവിതത്തെ നീ അഭിസംബോധന ചെയ്ത ദൈവത്തിൻ്റെ സ്നേഹമാണ് ക്രിസ്തുവേ. അങ്ങയുടെ ആ സ്നേഹം ഇപ്പം ജ്വലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
അങ്ങനെ നാവ് വിളിച്ച് അപേക്ഷിക്കുന്ന മക്കൾക്ക് ഇന്ന് അവരെവിടെയെല്ലാം പോകുന്നു, എന്തെല്ലാം ചിന്തിക്കുന്നു, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു, ആരോടെല്ലാം സംസാരിക്കുന്നു, എന്തെല്ലാം എഴുതുന്നു, എന്തെല്ലാം കറസ്പോണ്ട് ചെയ്യുന്നു, എന്തെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, എല്ലാ മേഖലയിലും കർത്താവിൻ്റെ ശക്തി പ്രവർത്തിയിട്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ ഉദ്യമങ്ങൾ, നിൻ്റെ ഇടപെടലുകൾ എല്ലാം കർത്താവിനകത്ത് ആശ്രയിക്കപ്പെടട്ടെ. നിനക്ക് താങ്ങാനാവാത്ത വിഷയങ്ങളിലൂടെ അന്ന് കടന്നു പോകണമെങ്കിൽ പൂർണ്ണമായി അത് ഈശോ ഏറ്റെടുക്കുകയും നിന്നെ സന്ധിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ. ഞാൻ ഇന്ന് ചെല്ലുന്ന ഓരോ പ്രാർത്ഥനയും, ഓരോ ജപമാലയും, ഇന്ന് കിടന്നുറങ്ങുന്നവരെയുള്ള സമയങ്ങളിലുള്ള എല്ലാ സൽപ്രവൃത്തികളും സുവിശേഷ വേലകളും നീ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന നിൻ്റെ കുടുംബത്തിന് വേണ്ടി കാഴ്ചവെക്കുന്നു. നീ ഇത് ഉണർന്നെഴുന്നേൽക്കുകയും കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുകയും ഉശിരോടെ ഉണർവോടും കൂടി നീ എല്ലാത്തിനും അതിജീവിച്ചുകൊണ്ട് കർത്താവിന് സാക്ഷിയാകാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധനാമത്തിൽ ഞാൻ നിൻ്റെ ദിവസത്തെ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നിങ്ങളുടെ മനസ്സ് ഇടിച്ചു നിൽക്കരുത്. അതെന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്ത് ദൈവത്തിൽ നിന്ന് മാത്രമേ ഒരു മനുഷ്യന് ഗുണമായാലും ദോഷമായാലും നമുക്ക് ഗുണം തന്നെ കിട്ടത്തുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചല്ലോ, എൻ്റെ കുടുംബം ദൈവത്തിൻ്റെ കൃപയിൽ ജീവിച്ചിട്ടും ഞങ്ങൾക്കിങ്ങനെ സംഭവിച്ചല്ലോ എന്നൊക്കെ ഓർക്കുക. ഇതൊക്കെ മനുഷ്യർ ഓർക്കും. പക്ഷേ ഒരിക്കലും നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ദൈവത്തെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. വെച്ചാൽ ദൈവത്തിൽ നിന്ന് ആകപ്പാടെ കിട്ടുന്നത് ഒറ്റ കാര്യമാണ്. എന്താണത്? ഞാൻ ഇത്രയും നാളിങ്ങനെ ദൈവത്തിൻ്റെ കൂടെയൊക്കെ നടന്നും ആയിരക്കണക്കിന് വചനങ്ങൾ പഠിച്ചും ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തും നിരന്തരമായ അഭിഷേകത്തിൽ ഇങ്ങനെ ജീവിക്കുമ്പോഴും എനിക്ക് എൻ്റെ മനസ്സിൽ തട്ടണൊരു സാധനമുണ്ട്. ദൈവത്തിൽ നിന്ന് മനുഷ്യന്മാർക്ക് കിട്ടുന്ന ആകപ്പാടെ 3 അക്ഷരമേ ഉള്ളൂ. എന്താണത്? മഹത്വം എന്ന് പറയും. അത് ആന ചെരിഞ്ഞാലും 12000, ആന നിന്നാലും 12000 എന്ന് പണ്ട് പറയത്തില്ലേ? പണ്ട് ആനക്ക് 12000 വില ഉണ്ടായിരുന്ന കാലത്ത് മലയാളികൾ അടക്കിയ ഒരു അനുഭവമാണ്. ആന നിന്നാലും 12000, ചെരിഞ്ഞാലും 12000 എന്ന് വെച്ച് കഴിഞ്ഞാൽ 12000 രൂപ. നിന്നാൽ എന്താ? ആനയെക്കൂടെ പണിയെടുപ്പിക്കാമല്ലോ, അങ്ങനെ നമുക്ക് പൈസ ഉണ്ടാക്കാം. ചെരിഞ്ഞാൽ എന്താ? ആനക്കൊമ്പ് കിട്ടും. ചെരിഞ്ഞു വെച്ചാൽ ആന ചത്തു കഴിഞ്ഞാൽ ആനക്കൊമ്പ് കിട്ടും. അത് ഭയങ്കര, അത് ഇത്രയും വില ഉണ്ടായിരുന്നു. അതാണ് ആന നിന്നാലും 12000, ചെരിഞ്ഞാലും 12000 എന്ന് പറഞ്ഞു. ഇതുപോലെ നമ്മളൊരു വിഷയത്തിൽ നമ്മൾ പരാജയപ്പെട്ടാലും നമുക്ക് ദൈവത്തിന് മഹത്വം കിട്ടും, വിജയിച്ചാലും മഹത്വം കിട്ടും. അതറിയണമെങ്കിൽ ഇപ്പോൾ ഞാനെന്താ ഇപ്പോൾ ഇതിങ്ങനെ പറഞ്ഞതെന്നറിയാമോ? ഇപ്പോൾ ലാസറിൻ്റെ വിഷയമില്ലേ? ലാസർ, സുവിശേഷത്തിൽ ലാസർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലാസർ ക്ഷീണിതനായെന്ന് പറയുമ്പോൾ ഈശോ എന്താണ് അതിന് റെസ്പോണ്ട് ചെയ്യണത്? അയാൾ മരിച്ചു പോകുന്ന ഈശോയ്ക്ക് അറിയാം. പക്ഷെ അതിനെ റെസ്പോണ്ട് ചെയ്യണത് അയാൾ മരിച്ചു പോകുന്നല്ല റെസ്പോണ്ട് ചെയ്യണം, നെഗറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യണത്. മരണമാണ് സംഭവിച്ചത്, പക്ഷെ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യണത്. എന്താ പറയണത്? യോഹന്നാൻ 11:4 അത് കേട്ടപ്പോൾ യേശു പറഞ്ഞു, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, പ്രത്യുത ദൈവത്തിന്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയുള്ളതാണ്. ലാസറിന്റെ മരണമാണ് ഒരു ഇൻസിഡന്റ്. അത് സംഭവിക്കുകയാണ്. അപ്പോൾ ഓൾ ഓൺ എ സഡൻ അതിൻ്റെ സ്കാനിങ് റിപ്പോർട്ടിൽ ഈശോ എന്താ പറയണത്? ഈ രോഗം മരണകാരണമല്ല, മറിച്ച് എന്താണ്? ദൈവപുത്രൻ മഹത്വപ്പെടാനുള്ളതാണ്. പിതാവായ ദൈവവും അവനിൽ മഹത്വപ്പെടും. ഇപ്പോൾ 2 മഹത്വമാണ് ഈ വിഷയം കൊണ്ട്. ഒന്ന്, പിതാവ് മഹത്വപ്പെടും. രണ്ടാമത്, പിതാവിൻ്റെ മഹത്വത്താൽ പുത്രന് മഹത്വപ്പെടും. ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൽ നിന്നൊരു മനുഷ്യന് കിട്ടേണ്ട ഇത് മാത്രമേ ഉള്ളൂ, അതായത് മഹത്വം. അതുകൊണ്ടാണ് ഈ വിഗ്നേസ് ലയോളയൊക്കെ ഉണ്ടല്ലോ,
അവരെപ്പോഴും ലെറ്റർ എഴുതുമ്പോൾ എന്താ എഴുതേണ്ടത്? ഫോർ ദി ഗ്രേറ്റർ ഗ്ലോറി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അവർക്കത് എവിടെ നിന്നാണ് കിട്ടിയത്? അഗ്നേസിൽ എവളായും എഴുതുമായിരുന്നു കത്തിൻ്റെ മുകളിൽ ഇപ്പം നമ്മൾ JMJ എന്ന് എഴുതത്തില്ലേ, അതിന് അവരെഴുതിക്കൊണ്ടിരുന്നത് ഫോർ ഗ്രേറ്റർ ഗ്ലോറി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അത് ഇഗ്നേസിലാണ് തുടങ്ങി വെച്ചത്. ഫ്രാൻസിസ് സേവർ അത് കണ്ടുപഠിച്ചിട്ട് ഫ്രാൻസിസ് സേവറിൻ്റെ കത്തുകളിലും എല്ലാം ഉണ്ട്. എന്താണ്? ഫോർ ഗ്രേറ്റർ ഗ്ലോറി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ്. അവരവരെ പരാജയമായിട്ട് കാണുന്നില്ല ഈ വിഷയത്തെ. അപ്പോൾ അതാണ് ദൈവഹിതമെങ്കിൽ ഓക്കെ, അപ്പോൾ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തി. അപ്പോൾ ദൈവത്തിൻ്റെ വാക്ക് നമ്മൾ പാലിച്ചതിൻ്റെ പേരിൽ ദൈവം മഹത്വപ്പെടുന്നു. ദൈവത്തിൻ്റെ വചനം മഹത്വപ്പെടുന്നു, പിതാവ് ദൈവം മഹത്വപ്പെടുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പുത്രനായ ദൈവവും മഹത്വപ്പെടും. അപ്പം ഈ ഒരു ഐഡിയ നമ്മുടെ മനസ്സിലുണ്ടാകണം. നിർഭാഗ്യവശാലേ നമ്മൾക്ക് ഈ കാറ്റക്കിസം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഫോർമേഷനാണ് കിട്ടിയിരിക്കുന്നത്. നിർഭാഗ്യവശാലെന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, അതായത് നമ്മൾ ഇപ്പോഴല്ല പണ്ട് മുതലേ പഠിച്ചുകൊണ്ടിരുന്നതെല്ലാം സുവിശേഷം എടുത്തിട്ട് അതിൻ്റെ ക്യാപ്സൂളാണ് നമുക്ക്, അതിൻ്റെ ജിസ്റ്റ് കടഞ്ഞെടുത്തിട്ട് ക്യാപ്സൂളായിട്ട് തരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്ഷേ അത് നമുക്ക് പിള്ളേർക്ക് കുഴപ്പമില്ല. പിള്ളേർക്ക് അത് പഠിക്കാൻ എളുപ്പമാണ്, ആദ്യ കുർബാനയ്ക്ക് പഠിക്കാം. പക്ഷേ പിന്നീട് അങ്ങനെ പഠിക്കാൻ പറ്റത്തില്ല. സുവിശേഷത്തിൻ്റെ മൊത്തം ജിസ്റ്റാണ് നമ്മൾ എടുത്തിട്ട്, സുവിശേഷത്തിൻ്റെ മുഴുവനുമാണ് നമ്മൾ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുന്നത്. സുവിശേഷം അതേപടിയാണ്. അല്ലാതെ അതിൻ്റെ ഒരു ഡോക്ട്രിന ക്രിസ്തവ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പണ്ടത്തെ ഫ്രാൻസിസ് സേവ്യറിൻ്റെയൊക്കെ പുസ്തകമില്ലേ, ഹെൻറിക്കസിൻ്റെ, അപ്പോൾ അത് നമ്മൾ അനുസരിക്കുക എന്ന ഡോക്ടർ എന്ന് പറഞ്ഞാൽ, ഡോക്ടർ എന്ന് വെച്ചാൽ അനുസരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് മുമ്പ് നമ്മുടെ കയ്യിൽ നിന്നുള്ള റെസ്പോണ്ട് അതാണ്. പക്ഷേ ഈ ശരിക്കും പറഞ്ഞാൽ അനുസരിക്കുകയല്ല, ശരിക്കും ദൈവത്തെ അനുഭവിക്കുകയാണ് പറയണത്. സുവിശേഷത്തെ വിശ്വസിക്കുക, അനുദപിക്കുക, സുവിശേഷത്തെ വിശ്വസിക്കുന്നില്ലേ. ആ സുവിശേഷം അനുഭവിക്കുക എന്ന് പറയുമ്പോഴാണ് ഈ അനുതാപം അനുഭവത്തിൻ്റെ ഭാഗമായിട്ട് വരണത്. കാറ്റഗിസം ഒരു മുതിർന്നവരുടെ കാറ്റഗിസം ആ ലെവലിലേ പോകാൻ പറ്റത്തില്ല. അപ്പം ഞങ്ങളൊക്കെ ചെയ്യണ പബ്ലിക് എഡ്യൂക്കേഷനാണ്. അപ്പോൾ ഞങ്ങൾ ആ രീതിയിലാണ് സുവിശേഷത്തെ നിങ്ങളുടെ ശ്രദ്ധിച്ച ഇവിടെ ധ്യാനം ശ്രദ്ധിച്ചില്ലേ. അപ്പം അതിനകത്ത് ഇങ്ങനെ ക്യാപ്സ് കൊടുക്കത്തില്ല, മറിച്ച് അപ്ലൈഡ് ബിബ്ലിക്കൽ തിയോളജിയാണ് കൊടുക്കുന്നത്. എന്നുവെച്ചാൽ ജീവിതത്തിൽ അതൊരു ഡോക്യുമാറ്റിക്കായിട്ട് നിൽക്കത്തില്ല, മറിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള. അപ്പം അതുകൊണ്ടാണ് ജീസസ് ഏതാണ്ട് അതുപോലെയാണ്. മോശമായ അനുഭവങ്ങൾ വരുമ്പോൾ ഉടനെ അതിൻ്റെ അകത്ത് മോശം സംഭവിച്ചല്ല, അയ്യോടാ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ അല്ലേ. ഇപ്പോൾ ലാസർ മരിച്ചു, ഈശോടാ എന്ത് ചെയ്യും എന്നല്ല പറയണത്. എന്താണ്? ഇത് ദൈവം മഹത്വപ്പെടാനുള്ള സമയമാണ്. പിതാവ് ദൈവവും അവനിൽ മഹത്വപ്പെടുന്നു. അപ്പോൾ എപ്പോഴും ഒരു നെഗറ്റീവ് സംഭവിക്കുമ്പോൾ കർത്താവേ നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കണം. ഈശോ അതാണ് പ്രാർത്ഥിച്ചത്. നെഗറ്റീവ് സംഭവിക്കുമ്പോൾ ആ വചനെടുത്ത് യോഹന്നാൻ 12:28, പിതാവേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണം. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും. അപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ, ഒരു നെഗറ്റീവ് ഒക്കർ ചെയ്ത് സംഭവിച്ചാൽ ഫസ്റ്റ് റെസ്പോണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ പ്രെയർ? എന്താണ്? പിതാവേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പം ആ പ്രെയറിന് പെട്ടെന്ന് റെസ്പോണ്ടിങ് ആണ്. എന്താണ്? ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടും. അപ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലും നമ്മുടെ വിചാരിക്കണ പോലെ നടക്കണില്ലെങ്കിലേ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയ പ്രാർത്ഥനയാണ് ഈശോ തന്നിരിക്കുന്നത്. ഏതാണ്? യോഹന്നാൻ 12:28. എന്താണ്? പിതാവേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അങ്ങനെ പ്രാർത്ഥിക്കാവൂ. പ്രൈസ്